തുടങ്ങിയ മഴയാണ്. 2 ദിവസമായിട്ട് തുള്ളി തോരാത്ത മഴയാണ് കേട്ടോ. നമുക്ക് മുറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ പിന്നെ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിയതും പിന്നെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ മനസ്സാകെ കല്ലിച്ചിരിക്കുകയാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഇവിടെ സ്ഥിരം ന്യൂസാണ് വെക്കുന്നത്. ഇതെല്ലാം കൂടി കണ്ട് 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 നമുക്ക് ചങ്കിന് തന്നെ ഒരു ഭാരമായ അവസ്ഥയാണ്. എന്ത് ചെയ്യാനല്ലേ, വയനാട്ടിലെ ദുരന്തമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. കിടന്നാൽ ഉറക്കം പോലും വരാത്ത അവസ്ഥയാണ് കേട്ടോ. ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് വ്ളോഗ് എടുക്കാനുള്ള വലിയ മൂഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വീഡിയോ ഇടാതിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ പോകുമല്ലോ. തന്നെയല്ല ഇപ്പം ഒത്തിരി ഇങ്ങനെ നമുക്ക് ലാഗിങ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് ഈവനിങ് വ്ളോഗ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് നേരെ പോയി കുളിച്ചു. ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുളിക്കാൻ കയറിയ സമയത്തിന് ഏട്ടായും പിള്ളേരുടെ രാവിലത്തെ കൊണ്ട് കുറച്ച് കപ്പപ്പുഴുക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് അവർ തന്നെ സ്വന്തമായി കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ വന്നിട്ട് ഇത് അരിയൊക്കെ അടുപ്പിലിട്ടു. പിന്നെ രാവിലെ പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടുകൊക്കെ പൊട്ടിച്ച് കറിയാക്കാമെന്ന് വിചാരിച്ച്. വലിയ കാര്യമായിട്ടുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പയർ തോരനും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 2-3 ബീൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊരു കുഞ്ഞുമെഴുക്കുവരട്ടി ആക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം കൊഴുവ വാങ്ങിച്ചേക്കൂട്ട് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതുകൂടെ വറക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അത്താഴം എന്ന് പറയാൻ. ഇനിയിപ്പം മഴയും ഒക്കെ ആയതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഒരു വകയായിരിക്കും കേട്ടോ. പഞ്ഞമാസം കൂടെ ആണ്. പിന്നെ പ്രത്യേകിച്ച് പണിയും കൂടി ഇല്ലാതിരിക്കുന്ന സമയത്താകുമ്പോഴത്തേക്കിനും നമ്മളെല്ലാത്തിലും കുറച്ചങ്ങ് ലുപ്പിതിക്കും കേട്ടോ. അപ്പം ഇനിയിപ്പം താളും തകരയും ചീരയൊക്കെ വെച്ച് നമ്മൾ കുറച്ചങ്ങ് ഓടിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും അന്നന്നത്തെ അന്നവും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിടക്കാനൊരു വീടും ഉണ്ട്. വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും പേടിക്കാനില്ലാത്തൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ടൊരു സമാധാനമുണ്ട് കേട്ടോ. പിന്നെ ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കിനും വീടിനകത്ത് വെള്ളം, അവർക്കൊക്കെ എന്ത് ദുരിതമായിരിക്കും എന്ന് ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും പണ്ട് അറിഞ്ഞിട്ടുള്ളതാണ്. പണ്ട് ഞങ്ങളുടെ ഒരു ഓല വീടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും മഴക്കാലം ആകുമ്പോൾ പോക്കാച്ചിത്തവള ഇങ്ങനെ മാക്കെന്ന് പറഞ്ഞ് പോകുന്നത് കാണാം. പിന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക. അന്ന് വലിയ കാറ്റും മഴയും ഒക്കെ വരുമ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും ഇങ്ങനെ ഇങ്ങനെ കട്ടിലേലിരിക്കും കേട്ടോ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് പുതച്ച് മൂടിക്കിടക്കും. എന്നാലും വലിയ കാറ്റത്തൊക്കെ ഇങ്ങനെ ഓലയൊക്കെ പറക്കുമ്പോഴത്തേക്കിനും കിളിക്കൂട് ആടുന്ന ഓല ആടുന്നൊരു ഓല വീടായിരുന്നു കേട്ടോ. മഴയൊക്കെ കാര്യം നല്ലതൊക്കെ ആണെങ്കിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലോട്ട് വരുമ്പോഴത്തേക്കിനും ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മാസമാണ് ഈ മഴക്കാലം എന്നൊക്കെ പറയുന്നത് കേട്ടോ. പണിയില്ലായിരിക്കും മിക്ക ദിവസവും. പിന്നെ അന്നന്ന് കഴിഞ്ഞു പോലെ തന്നെ ഒരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ കാറ്റും മഴയൊക്കെ ആണ്. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കൈകളിലാണ്. എന്നാലും ഇന്നലത്തെ ഒക്കെ നമ്മുടെ വയനാട്ടിലെ ദുരന്തമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഒരു നിമിഷം നമ്മൾ ദൈവം ഉണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോകും കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ അവരുടെ കാര്യമാണ് ഏറ്റവും നമ്മുടെ മനസ്സിൽ തങ്ങുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് അനാഥത്തിലേക്ക് പോയവരെ ഓർക്കുമ്പോഴത്തേക്കിനും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു പോകും, ദൈവം ഉണ്ടോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പോവും. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. പറ്റുന്ന പോലെ അവരെ സഹായിക്കുക എന്നൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു അപകടം ഇതുപോലൊന്നും ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ മഴ ഇങ്ങനെ ചെന്നാ പിന്നെ പെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, കഴിക്കുക, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് എണീറ്റ് വന്നപടിയെ കഞ്ഞി അടുപ്പയിലിട്ടു. പിന്നെ പയർ കൂട്ടാൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കുഞ്ഞ് മെഴുക്കുരട്ടിയാക്കി. പിന്നെ രാവിലെ കപ്പയും മീനും ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ മീൻചട്ടിയിലേക്ക് തന്നെ കുറച്ച് അരിയൊക്കെ ഇട്ട് ടിപ്പൂനും വേവിച്ചു. അപ്പോൾ അവന് മീനിൻ്റെ ഒരു മണം ഗുണമൊക്കെ കിട്ടുമല്ലോ. എന്നാലും നമ്മൾ അവന് കൊടുക്കുമ്പോഴത്തേക്കിനും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആശാന് കഴിക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പം മഴയൊക്കെ അല്ലേ, അവന് വലിയ വിശപ്പും ദാഹവും. പിന്നെ എന്തെങ്കിലും വൃത്തിക്ക് കഴിച്ച് കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ അത്താഴത്തിനുള്ള എല്ലാം ആക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് രാവിലെ അലക്കി പിഴിഞ്ഞൊക്കെ വെച്ചിട്ടാ കുറച്ച് തുണി ഉണ്ടായിരുന്നു. അപ്പം മഴ തോരുമ്പോൾ ചാർത്തിൻ്റെ അങ്ങോട്ട് എടുത്തിടാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അത് എടുത്തുകൊണ്ട് വിരിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര കാറ്റ്. അപ്പോൾ ഊതാനടിച്ച് ഡ്രയറിലിട്ട തുണി വീണ്ടും നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ച്. ഇപ്പോഴാണ്
അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാനും ഏട്ടയും കൂടെ അത് നമ്മുടെ റൂമിലേക്ക് എടുത്ത് വിരിക്കാനുള്ള പരിപാടിയിലായിരുന്നു. എനിക്ക് എത്തത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആളെ കൂട്ടുപിടിച്ച് ആളെ കൊണ്ട് വിരിപ്പിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇത് വിരിക്കണമെങ്കിൽ കസേരയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് അകത്തെ കയറി നിന്ന് വേണം വിരിക്കാൻ. ഏട്ടയാകുമ്പോഴത്തേക്കിനും കൈ എത്തും ഷടപടയെന്ന് വിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഏട്ടേനെയും കൂട്ടി സകലമാന തുണികളും ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇവിടെ കിടന്നാലും കുറേ ദിവസം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്, കാരണം എപ്പോഴും ഈർപ്പമാണ് ഈ റൂമിൽ. അപ്പം അതുകൊണ്ട് നാളെ ഇനിയിപ്പം വല്ല വെയിലും തെളിഞ്ഞാൽ വിരിക്കാമെന്നൊക്കെ വിചാരിച്ച് വെളിയിലോട്ട് ഇറക്കി. അങ്ങനെ തുണിയെല്ലാം വിരിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ വിളക്കൊക്കെ വെച്ചു കേട്ടോ. വിളക്കൊക്കെ വെക്കുന്ന സമയമായപ്പോഴത്തേക്കിനും മഴ ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. എത്ര നേരം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തോർന്നു. ഞാൻ തുണിയെല്ലാം കൂടെ കൊണ്ട് വിരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും അടുത്ത മഴ വന്നു. പിന്നെ അതെല്ലാം അതേപടി എടുത്തു കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. ഇനിയൊരു ബക്കറ്റ് വിരിക്കാനൊക്കെ ഇരിപ്പുണ്ട്. കാര്യം മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് മഴ തോർന്നാൽ മതി, ഒന്ന് വെട്ടവും വെളിച്ചമൊക്കെ വന്നാൽ മതി എന്ന് തോന്നും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 2 ദിവസം ആയപ്പോഴത്തേക്കിനും എനിക്ക് ആകെ ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ 2 മുറിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇടയ്ക്കൊന്ന് മിറ്റത്തോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കിനും ആകെ നമുക്ക് എന്തോ പോലെ ആണ്. അങ്ങനെ വിളക്കുകയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നതാ. കുറച്ച് മീനുണ്ടായിരുന്നു കൂടെ വറക്കാണ്. അപ്പോൾ നമ്മുടെ അത്താഴത്തിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ചോറുണ്ടാൽ മാത്രം മതി. ഇനി വലിയ പരിപാടിയൊന്നുമില്ല. അടുത്ത മഴയ്ക്ക് കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര മഴയാണ് കേട്ടോ. ഇപ്പോൾ ഈ ലോങ് വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. മഴ കുറയുന്ന സമയത്ത് നമ്മൾ ഓടണം. അപ്പോൾ ഒത്തിരി ലോങ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പകുതി എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത മഴ വരും. അപ്പോൾ അതാണ് കേട്ടോ പ്രശ്നം. പിന്നെ നമ്മൾ കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതാണ് കാര്യം. അപ്പോൾ എന്തായാലും നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. നമ്മൾ മോർണിംഗ് റൊട്ടീനാക്കിയോ ഈവനിങ് റൊട്ടീനൊക്കെ ആക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഈ മഴക്കാലം നമുക്കൊന്ന് തള്ളി നീക്കിയേ പറ്റത്തുള്ളൂ. വേറെ ഒരു മാർഗ്ഗവും ഇല്ല കേട്ടോ. പണിയില്ലാത്തതാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. മഴ മാറാതെ ഇനി ഒരു രക്ഷയില്ല. ഇപ്പം നിരോധനമൊക്കെ അല്ലേ നമ്മുടെ കല്ല് പൊട്ടിക്കുന്നതിനും മണ്ണെടുക്കുന്നതിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് പണിയൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. വളമൊക്കെ വെച്ച് കുടിച്ച് കേട്ടോ. എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. ഇവിടെ അങ്ങനെ കുന്നിൻ പ്രദേശം ആയതുകൊണ്ട് വെള്ളം കയറുമോയെന്നോ അങ്ങനെയൊന്നും പേടിക്കണ്ട. എന്നാലും മഴ കൂടുമ്പോഴത്തേക്കിനും പ്രാർത്ഥനയാണ് കേട്ടോ. ദൈവമേ മഴ കുറയണേ മഴ കുറയണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കതക് വടച്ച് ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ കിടക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് പ്രാർത്ഥനയോടെയൊക്കെ ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.